ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻസ് ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് ഇന്ത്യ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച സ്കൂളിനുള്ള പുരസ്കാരം കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന് ലഭിച്ചു. ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് ഇന്ത്യ മികച്ച സ്കൂളായി കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിനെ തെരഞ്ഞെടുത്തു. കേരളത്തിലെ മികച്ച സ്കൂളിനുള്ള പുരസ്കാരം കൊച്ചിയിലെ ശ്രീ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എസ് ശ്രീജയ എന്നിവർ ചേർന്ന് മുൻ കേരള DGPയും കൊച്ചി വാട്ടർ മെട്രോ ചെയർമാനുമായ ലോക്നാഥ് ബെഹ്റയിൽ നിന്നും ഏറ്റുവാങ്ങി. FAP ഇന്ത്യ ചെയർമാൻ ജഗത് സിംഗ് ധൂരി, ചാണ്ടിഗഡ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ RS ബാവ, കേരള CBSE മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രാമചന്ദ്രൻ പിള്ള എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ കായംകുളത്തിന് ഇത് അഭിമാന നിമിഷം. FAP ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻസ് ഏർപ്പെടുത്തിയ കേരള സ്റ്റേറ്റ് ബെസ്റ്റ് സ്കൂൾ അവാർഡാണ് ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ ഈ വർഷം കരസ്ഥമാക്കിയത്. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അവാർഡ് ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന് കിട്ടുന്നത് എന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഏറെ നാളത്തെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. ഇതിന് ഈ സ്കൂള് അർഹമായത് അക്കാഡമിക കാര്യങ്ങളിൽ മാത്രമല്ല, കലാ, സാംസ്കാരിക, പാരിസ്ഥിതിക പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് ലഭിച്ചത് എന്നോർക്കുമ്പോൾ വിദ്യാഭ്യാസത്തെ കൊണ്ട് ഉന്നതിയിലേക്ക് എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താനാണ് ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന് ആയത് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഏറെ അഭിമാനകരമായിട്ടുള്ളത്. ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ ഞാനും അത് ഏറെ സന്തോഷത്തോടെ നോക്കിക്കാണുകയാണ്. ഒപ്പം ഇത്തരമൊരു അവാർഡ് ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം സമൂഹത്തോടും പുതിയ തലമുറയോടും ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഇതിനെ കാണുകയാണ്. FAP ഇന്ത്യ എന്നുള്ളത് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഒരു വലിയ സംഘടന വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് മാർക്കിടുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ മികച്ച സ്ഥാപനങ്ങളിലൊന്നായിട്ട് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ മാറി എന്നുള്ളത് ഞങ്ങൾക്ക് ഏവർക്കും അഭിമാനകരമായ കാര്യമാണ്. ഇത് ഞങ്ങൾ ഒന്നോ രണ്ടോ വ്യക്തികളുടെ വിജയമല്ല. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പൽമാരും ഞങ്ങളുടെ അധ്യാപക സുഹൃത്തുക്കളും ചേർന്ന് അവിശ്രമം പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഞങ്ങൾ നേടിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം A1 മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ റിസൾട്ട് എന്നുള്ള കുട്ടികളുടെ ക്യാരക്ടർ മോൾഡിങ്, അവരുടെ സ്വഭാവ രൂപവൽക്കരണമാണ് ഞങ്ങൾക്ക് ഏറെ അഭിമാനം പകരുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വിദേശ ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാം അനവധി മരങ്ങൾ ഇവിടെ പൂത്ത് കായ്ച്ചൊലഞ്ഞ് നിൽക്കുകയാണ്. ഇത് ഞങ്ങൾ ഒന്നോ രണ്ടോ വ്യക്തികൾ ചെയ്തതല്ല. ഈ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ ഔഷധ സസ്യങ്ങളുടെ ഉദ്യാനമുണ്ട്, നക്ഷത്രവനമുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. എല്ലാ തരത്തിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസും ജീവിതമാണ് ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്, അല്ലാതെ സിലബസ് അല്ല. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു സമഗ്രത ഈ കുട്ടികൾക്കെല്ലാം ആർജിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ അവാർഡ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ വിലയിരുത്തിയപ്പോൾ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട പോയിന്റുകളായി വന്നിട്ടുള്ളത്. ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പുരസ്കാരം അവർ തന്നത്. ഒരു പുരസ്കാരമല്ല തന്നിരിക്കുന്നത്, അക്കാഡമിക് മികവിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം സാമൂഹ്യബന്ധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് അന്യമല്ലാത്തൊരു നിലപാടെടുത്തുകൊണ്ട് പുതിയ തലമുറയെ ആ കാഴ്ചപ്പാടോടെ, ഒരു സാമൂഹ്യ വീക്ഷണ കാഴ്ചപ്പാടോടെ വളർത്തുവാനും ആ തരത്തിൽ ഉത്തമ പൗരന്മാരാക്കി മാറ്റുവാനും ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഇതിന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽമാർ, അധ്യാപക സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, രക്ഷാകർത്താക്കൾ, പൊതുസമൂഹത്തിലുള്ള നിരവധി വ്യക്തികൾ എല്ലാവരോടുമുള്ള കടപ്പാടും നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, ട്രഷറർ പ്രൊഫസർ TM സുകുമാരബാബു, PTA പ്രസിഡന്റ് S നാരായണദാസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വിദ്യാഭ്യാസം, കലാകായികം എന്നീ രംഗങ്ങളിലെ മികവ്, പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ എന്നിവ പരിഗണിച്ചാണ് 2024 സ്റ്റേറ്റ് അക്കാദമിക് എക്സലൻസ്, സോഷ്യൽ വർക്ക് എക്സലൻസ് എന്നീ 2 അവാർഡുകൾ സ്കൂളിന് ലഭിച്ചത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിൻസിപ്പൽ, PTA അംഗങ്ങൾ, വൈസ് പ്രിൻസിപ്പൽമാരായ മധുപാൽ, സലീല, വിവിധ വകുപ്പ് മേധാവികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ അർപ്പണബോധത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് പുരസ്കാരമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.